Hello guys, welcome back to another video. ഇന്നത്തേത് നമ്മുടെ ഒരു ചെറിയ ഇഫ്താർ പ്രിപ്പറേഷൻ വ്ളോഗാണ്. അപ്പോൾ എന്താണ് ഇഫ്താറിന് പ്രിപ്പയർ ചെയ്തതെന്നും റെസിപ്പീസ് എന്താണെന്നെല്ലാം നമുക്ക് നോക്കാം. കീപ് വാച്ചിങ് ഗൈസ്. ഇഫ്താർ ടൈമിൽ പൊതുവേ സ്നാക്സും ജ്യൂസും ഫ്രൂട്ട്സും തന്നെയാണ് നമുക്ക് പതിവ്. ഒരു സ്പൈസി സ്നാക്കും ഒരു സ്വീറ്റ് സ്നാക്കും ഉണ്ടാക്കാൻ വേണ്ടി നോക്കലുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പൈസി സ്നാക്ക് ചെമ്മീൻ വെച്ചിട്ടുള്ള അടയാണ്, സ്വീറ്റ് സ്നാക്ക് പരിപ്പ് വെച്ചിട്ടുള്ള അടയും. രണ്ടും തനിനാടൻ സാധനങ്ങൾ. അപ്പോൾ ചെമ്മീൻ അടക്ക് വേണ്ടിയിട്ട് ചെമ്മീൻ ഇത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ചെറിയ പീസായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയിൽ തന്നെ മറ്റേ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്. ഏകദേശം അരക്കപ്പ് കടലപ്പരിപ്പ് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഇത് ഗോതമ്പാണ്, ഇതും ഒരു അരക്കപ്പ് ഗോതമ്പ്. ഇത് ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഡ്രിങ്ക് പ്രിപ്പറേഷനും കാണിക്കാം. അപ്പം സ്നാക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചെമ്മീനെ ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടു. അങ്ങനെ ഡ്രൈ ഫ്രൈ ഒന്നും വേണ്ട. അപ്പോൾ ഫ്രൈ ആയി കഴിഞ്ഞാൽ ചെമ്മീൻ അതിൽ നിന്ന് മാറ്റി അതിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1.5 മീഡിയം സൈസ് ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. സിമ്പിളാണ് ചെമ്മീൻ മസാല ആക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് സ്നാക്സിൻ്റെ ഫില്ലിങ്ങിൽ ഏറ്റവും സിമ്പിൾ ചെമ്മീൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളി ഏകദേശം വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ പച്ചമുളക് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം. നമ്മളിവിടെ താനുവെല്ലാം തിന്നേണ്ടതായതുകൊണ്ട് പച്ചമുളക് അധികം കൂട്ടലില്ല, കുറച്ച് എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഏകദേശം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉള്ളിയെല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ആക്കി വെച്ച് ചെമ്മീനും കൂടി ഇട്ട് കൊടുത്ത് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ചെമ്മീനിൽ ഓൾറെഡി മാരിനേറ്റ് ചെയ്തുമ്പം മുളക് പൊടി ഗരം മസാല ഒക്കെ ഇട്ടതുകൊണ്ടാണ് അതൊന്നും കൂടുതലിടാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കുരുമുളകോ പച്ചമുളകോ വീണ്ടും ആഡ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് തേങ്ങയും കൂടി ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ചെമ്മീൻ മസാല ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ മസാല റെഡിയാക്കുന്ന ടൈം കൊണ്ട് മുമ്പ് അപ്പുറത്ത് കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് പ്രഷർ കുക്കറിൽ. ഇനി നമുക്ക് സ്വീറ്റ് സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷുഗർ സിറപ്പ് ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ പഞ്ചസാരയിൽ വെള്ളമൊഴിച്ച് മെൽറ്റ് ചെയ്ത് ഷുഗർ സിറപ്പ് ആക്കി എടുക്കണം. അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പും ഇതെല്ലാം കൂടി ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ കടലപ്പരിപ്പ് അടക്കമുള്ള ഫില്ലിങ്ങും സെറ്റായി. നമ്മൾ നോമ്പിന് പൊതുവേ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ഒരു സ്ഥിരം ഐറ്റമാണ് ഉണ്ടായിട്ടുണ്ടായത്. പക്ഷേ ഈ നോമ്പിന് തണുപ്പ് കഴിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മാക്സിമം അത് ഒഴിവാക്കിയിട്ടുണ്ടായിനി. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ അന്നെങ്കിൽ മാക്സിമം എല്ലാം നല്ല ഫ്രൂട്ട്സും കിച്ചണിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വെച്ചു ഫ്രൂട്ട് സലാഡും കൂടി റെഡിയാക്കാമെന്ന്. അതുകൊണ്ട് എല്ലാ ഫ്രൂട്ട്സും മുറിച്ചിട്ടു, ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടു, നട്ട്സ് ഇട്ടു, എല്ലാം ഇട്ട് ഐസ്ക്രീമിന് പകരം ഫ്രൂട്ട്സിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുത്ത് വെക്കുക ചെയ്തത്. അപ്പോൾ ഫ്രൂട്ട്സിന് അത്യാവശ്യം ഷുഗർ ഉണ്ടാവും ചെയ്യും, ഐസ്ക്രീമിൻ്റെ ആവശ്യമില്ല, ടേസ്റ്റ് ഉണ്ടാവും നല്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്രാവശ്യം ഫ്രൂട്ട് സലാഡ് റെഡിയാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഗോതമ്പ് വെച്ചിട്ടുള്ള ഡ്രിങ്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നേരത്തെ കുതിർത്ത് വെച്ച ഗോതമ്പാണ്. അത് ഒരു മിക്സർ ഗ്രൈൻഡറിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. എന്നിട്ട് അതിനെ പാലിലൊഴിക്കുക. ഇത് ഏകദേശം 1 ലിറ്റർ പാലുണ്ട്. പാലിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ അരച്ചെടുത്ത മിക്സ് ഒഴിച്ച് പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും ഇട്ട് മിക്സാക്കി കുറുക്കിയെടുക്കാൻ വേണ്ടത്. ഇതിൽ അരപ്പ് ഒഴിക്കുന്നതെല്ലാം ഉമ്മയാണ് ചെയ്തത്. അതുകൊണ്ട് കുറേ പോർഷൻസ് വീഡിയോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാളും കൂടി മിക്സായിട്ടാണ് ഇഫ്താറിന് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറേ വീഡിയോസ് ഇങ്ങനെ കട്ടായി പോയത്. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുറുക്കി എടുക്കാമെന്ന് വേണ്ടത്. നല്ലോണം കുറുകി വരുമെന്ന് വേണ്ട, ഒന്ന് ഏകദേശം കട്ടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കെങ്ങനെയാണോ കുടിക്കേണ്ട കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് കട്ടിയാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഗോതമ്പിന് ഡ്രിങ്ക് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചെറിയ ഉള്ളിയും കിസ്മിസും അണ്ടിയിലും വറുത്തൊഴിച്ചാൽ നല്ല സ്പെഷ്യൽ ടേസ്റ്റ് ആവും.
എല്ലാവരും ഇതുപോലെ ഗോതമ്പ് വെച്ച് ഉണ്ടാക്കലുണ്ടോയെന്ന് അറിയില്ല. നമ്മളെ സൈഡിലൊരു കോമൺ ഐറ്റം തന്നെയാണ്. പിന്നെ ചെമ്മീനട ആക്കിയെടുത്തു. അപ്പോൾ ചെമ്മീനട ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ പത്തിലിന് വേണ്ടി അരച്ചിട്ടുണ്ടായ മാവ് കുറച്ച് ബാക്കി ഉണ്ടായതാണ് അടക്ക് വേണ്ടി ഇന്ന് യൂസ് ചെയ്തത്. അപ്പോൾ പത്തലിന് എങ്ങനെയാണ് കുഴക്കാന്നുള്ളതിൻ്റെതും അതിൻ്റെ റെസിപ്പീൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാൻ പച്ചരിപ്പൊടി മാത്രം യൂസ് ചെയ്തിട്ടും ഈ അട ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിനി. അപ്പോൾ പച്ചരിപ്പൊടി മാത്രം പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് തന്നെ മാവാക്കി ഇതുപോലെ ചെയ്യാമെന്ന് ചെയ്തത്. ടേസ്റ്റിലും ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നത്. കുറച്ച് നമ്മുടേതിനേക്കാളും കുറച്ചും കൂടി ഹാർഡ് ഫീൽ ഉണ്ടാവുന്നേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഓരോ അടയും നമ്മുടെ കായയുടെ അല്ലെങ്കിൽ ഉന്നക്കായൻ്റെ ഷേപ്പിലായിട്ടാണ് ആക്കിയെടുത്തത്. ഇനി ഇതിനെ മുളക് മസാലയിൽ മുക്കിയെടുത്തിട്ടാണ് വേവിക്കാൻ വേണ്ടി ഇഡ്ഡലീൻ്റെ പാത്രത്തിലേക്ക് വെക്കുന്നത്. ഇതിന് മുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനുള്ള മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിൽ ഡിപ്പ് ചെയ്ത് ഓരോ അടയായിട്ട് അതിൽ മുക്കി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 20-25 മിനിറ്റ് ആവും ഇതൊന്ന് കറക്റ്റ് വേവാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേവാവുന്ന സമയത്തും അതിൽ കടിക്ക് വേണ്ടിയിട്ടുള്ള മാവും കൂടി കുഴച്ചെടുക്കാം. അതിന് വേണ്ടി സാധാരണ നമ്മുടെ മൈദ കുഴച്ച് മാവാണ് ആക്കിയെടുക്കുന്നത്. മൈദയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളത്തിൽ കുഴച്ചെടുത്ത് മാവാക്കിയെടുക്കണം. എന്നിട്ട് ഈ മാവിനെ ചെറിയ ചെറിയ ബോളാക്കി എന്നിട്ട് ഓരോ ബോൾസ് പൂരി സൈസിൽ പരത്തിയെടുത്ത് അത് നമ്മുടെ അടക്കുള്ള അച്ചിലാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ അടക്കുള്ള അച്ചിലാകുമ്പോൾ ഈസി ആയിട്ട് ആക്കിയെടുക്കാൻ പറ്റും. ഓരോ പൂരിയായിട്ട് വെക്കുക, അതിനുള്ളിൽ ഫില്ലിങ് നിറക്കുക, എന്നിട്ട് മടക്കിയെടുത്ത് ഒട്ടിച്ചു കൊടുത്താൽ ഈസി ആയിട്ട് അടയാക്കിയെടുക്കാൻ പറ്റും. അടയാക്കിയെടുത്തിനാൽ പിന്നെ ഓരോന്നിനും നല്ല ചൂടുള്ള എണ്ണയിട്ട് പൊരിച്ചെടുക്കാമെന്ന് പിന്നെ വേണ്ടത്. അപ്പോൾ ഈ സ്നാക്സ് എല്ലാം പൊരിച്ചെടുക്കുന്ന ടൈമിൽ തന്നെ ഡിന്നറിനേക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണി ആക്കാനുള്ള പ്രിപ്പറേഷനും തുടങ്ങി. അപ്പോൾ ഫിഷ് ബിരിയാണിയാണ് ആക്കുന്നത്. അപ്പോൾ ഫിഷ് ബിരിയാണീൻ്റെ മസാല പെട്ടെന്ന് കുക്കറിലാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കറിൽ ഓയിൽ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉള്ളി ഇട്ട് ഉപ്പിട്ടു ഒന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഉള്ളി ആവാൻ വേണ്ടി അരച്ചു വെച്ചു. അപ്പോൾ അട ഏകദേശം ഗോൾഡൻ കളറായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ സ്പൈസി അട ചെമ്മീൻ അടയും ഇതേപോലെ തന്നെ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വേണ്ടത്. അപ്പോൾ അതിന് കുറേ ഓയിൽ എടുത്തിട്ടില്ല. ആ എടുത്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെയാണ് ഈ ചെമ്മീൻ്റെ അട ചെയ്യേണ്ടത്. അതും ഇങ്ങനെ രണ്ട് സൈഡിൽ മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ സ്നാക്സിൽ ഏകദേശമായി. ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി വെക്കുന്നതായതുകൊണ്ട് തന്നെ പച്ചമുളക്, മല്ലിയില, പുതിനയില ഇത് മൂന്നും കൂടി ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ പേസ്റ്റും കൂടി സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അത് ഏകദേശം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും ഇട്ട് അടച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെച്ച് അടച്ച് വെച്ച് ഒരു 2-3 വിസിലാകുന്നത് വരെ കുക്കറിൽ മസാല ആക്കിയെടുക്കാമെന്ന് ചെയ്യുന്നത്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വേഗം കുക്കറിൽ മസാല ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചത്. അതായത് ഉള്ളി മസാല മാത്രം കുക്കറിലാക്കിയെടുത്തു. സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമാണ് ഫിഷ് ബിരിയാണി കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ മസാല ആകുന്ന ടൈം കൊണ്ട് തന്നെ ഫിഷിനെ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തു. കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഹാഫ് ചെറുനാരങ്ങേൻ്റെ നീരും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മസാലയാക്കി അതിൽ ഫിഷ് മുക്കിയെടുത്ത് പൊരിച്ചെടുക്കാമെന്ന് ചെയ്തത്. ഇപ്പം നല്ല അയക്കുറ മീനാണ്. മുളകെല്ലാം പെറുക്കി കുറച്ച് ഓയിലിട്ട് പൊരിച്ചെടുക്കുന്ന ടൈം കൊണ്ട് നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ച് മസാല റെഡി ആയിട്ടുണ്ടായിനി. അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് പ്രഷർ കുക്കറിൽ ആക്കിയത്. കാരണം ഉള്ളി മസാല എല്ലാം വയന്ന് വരേണ്ട ടൈം കുറക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ പൊരിച്ചെടുത്ത മീനിൽ 2 മീൻ മാത്രമാണ് ഈ മസാലയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എല്ലാ മീനും മസാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. കാരണം മീൻ പൊട്ടിപ്പോകുന്ന ചാൻസ് കൂടുതലാണ് എല്ലാ മീനും മസാലയിലിട്ട് പിന്നെ ദമ്മിടുമ്പോൾ. അതുകൊണ്ട് തൽക്കാലം മസാലയിലേക്ക് 2 മീൻ മാത്രം ഇട്ട് കൊടുക്കുക ചെയ്തത്.
2 കഷ്ണം മീന മസാലയിൽ ഇട്ടിട്ടുള്ളൂ എങ്കിലും മസാലയിൽ നല്ല മീനിൻ്റെ ഫ്ലേവേഴ്സ് എന്തായാലും പിടിച്ചിട്ടുണ്ടായിനി. അപ്പം ഞാനിങ്ങനെ മസാല ആക്കി എടുക്കുന്ന ടൈം കൊണ്ട് തന്നെ ഉമ്മ സൈഡിൽ നെയ്ച്ചോറെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നെയ്ച്ചോറിൻ്റെ റെസിപ്പിയും ഞാൻ ഇതിന് മുന്നേ ഇഷ്ടംപോലെ ബിരിയാണി റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ദമ്മിടുന്ന പരിപാടിയെല്ലാം ഉമ്മ ചെയ്തിട്ടുണ്ട്. അത് നെയ്ച്ചോറ് മസാലയിലിട്ട് സെറ്റാക്കി ലാസ്റ്റാണ് മീൻ മേലെ ലെയർ ചെയ്തത്. എന്നിട്ട് ദമ്മിൽ വെക്കുമ്പോൾ ബിരിയാണിയിൽ മൊത്തത്തിൽ മീനിൻ്റെ ഫ്ലേവറിൽ നല്ലോണം പിടിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഇഫ്താർ ടൈമായി. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിൻ്റെ ഈ നാടൻ കടികളും സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഫിഷ് ബിരിയാണിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ ഇഫ്താർ വ്ളോഗ്സ് ഇനിയും ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും വേറെ റെസിപ്പി ആയിട്ടും വേറെ വീഡിയോസിലായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.